മെയ്ഡ് ഇൻ ഇന്ത്യ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ലോക രാജ്യങ്ങളുടെ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതായത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന തദ്ദേശീയമായ സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയ യുദ്ധവിമാനങ്ങൾ. ഇപ്പോൾ Su-30 MKI എന്ന് പറയുന്ന യുദ്ധവിമാനം വാങ്ങാൻ അർമേനിയയുമായിട്ട് ഇന്ത്യ ഒരു വലിയ കരാറിൽ ഒപ്പിടുന്നു. $300 ബില്യൺ കരാർ എന്ന് പറഞ്ഞാൽ 26,628 കോടി. അപ്പം 300 ബില്യൺ എന്ന് പറഞ്ഞാൽ 300 കോടി ഡോളറിൻ്റെ കരാറാണ്. ഇത്രയും വലിയൊരു കരാർ അർമേനിയയുമായിട്ട് ഒപ്പിടുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് അത്രത്തോളം ആവശ്യക്കാരുണ്ട്, അല്ലെ അത്രത്തോളം മികവുള്ളതാണെന്ന് പല രാജ്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന നാസിക്കിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ റഷ്യയിലെ സുഖോയ് കമ്പനിയാണ്, അല്ലെ സുഖോയ് കോർപ്പറേഷനാണ് ഈ Su-30 MKI എന്ന് പറയുന്ന യുദ്ധവിമാനം നിർമ്മിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ അതിന് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി പുനർനിർമ്മിക്കാനുള്ള ലൈസൻസ് ഈ സുഖോയ് കോർപ്പറേഷൻ HAL നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തദ്ദേശീയമായ ആയുധങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഇവ നിർമ്മിക്കുന്നത്. 2024 തന്നെ ഇന്ത്യയുമായിട്ട് ആയുധ കരാറിൽ ഏർപ്പെടാനായിട്ട് അർമേനിയ താല്പര്യം പ്രകടിപ്പിച്ചതാണ്. ഇപ്പോൾ റഷ്യയിൽ നിർമ്മിക്കുന്ന Su-30 MKI യുദ്ധവിമാനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ തദ്ദേശീയമായിട്ട് ഇത് നിർമ്മിക്കുന്നത്. കാരണം നമ്മുടെ തദ്ദേശീയ സാങ്കേതിക വിദ്യയുണ്ട്, കൂടാതെ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുണ്ട് ഇതിനകത്ത് ഉൾപ്പെടുന്നു. കൂടാതെ അസർബൈജാൻ എന്ന് പറയുന്ന അർമേനിയയുടെ എതിരാളിയുണ്ട്. അവർക്ക് പാകിസ്ഥാൻ നിർമ്മിച്ച് നൽകുന്ന JF-17 തണ്ടർ യുദ്ധവിമാനങ്ങൾ ലഭിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ Su-30 റേഞ്ചിലുള്ള വിമാനങ്ങൾ വേണമെന്ന് അർമേനിയ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് പരമ്പരാഗതമായി റഷ്യയിൽ നിന്ന് മാത്രം വിമാനം വാങ്ങിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ആയുധ ഇടപാട് നടത്തിക്കൊണ്ടിരുന്ന അർമേനിയ ഇന്ത്യയുമായിട്ട് പുതിയ സൈനിക പ്രതിരോധ കരാറുകളൊക്കെ ഒപ്പിടാൻ പോകുന്നത്, ആയുധങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഒപ്പിടാൻ പോകുന്നത്. ഇതിന് മറ്റ് ചില കാര്യങ്ങളുണ്ട്. നിലവിൽ റഷ്യയുടെ കയ്യിൽ Su-30 MKI വിമാനങ്ങൾ 4 എണ്ണമുണ്ട്. റഷ്യയിൽ നിന്ന് വാങ്ങിച്ചത് അർമേനിയയുടെ കയ്യിലുണ്ട്. ഇതുകൂടാതെ 2019 ഇത് വാങ്ങിയത്. 2020 8 Su-30 വിമാനങ്ങൾ കൂടി വേണമെന്നാവശ്യപ്പെട്ട് റഷ്യയെ സമീപിക്കുകയും കരാറിൽ ഒപ്പിടാൻ പോവുകയും ചെയ്തു. പക്ഷേ ആ സമയത്താണ് ഉക്രൈനുമായിട്ട് റഷ്യ യുദ്ധത്തിലേർപ്പെടുന്നത്. അതുകൊണ്ട് അവർക്ക് സമയത്തിന് കൃത്യമായിട്ട് ഈ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് നൽകാൻ സാധിക്കില്ല. ഈ സമയത്താണ് ഇന്ത്യയുമായിട്ടൊരു കരാറിൽ ഏർപ്പെടാമെന്ന് റഷ്യ നിർദ്ദേശിക്കുകയാണ്. മാത്രമല്ല പാകിസ്ഥാൻ JF-17 എന്ന് പറയുന്ന തണ്ടർ വിമാനങ്ങൾ അസർബൈജാന് നൽകുകയും കൊടുത്തു. അപ്പോൾ അസർബൈജാൻ ഒരു വലിയ ഭീഷണിയായിട്ട് മുമ്പിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ 4th ജനറേഷനിൽ ഉൾപ്പെടുന്ന ഈ വിമാനങ്ങൾ Su-30 MKI നൽകാനായിട്ട് ഇന്ത്യ തീരുമാനിക്കുകയാണ്. ഇത് മാത്രമല്ല 8 മുതൽ 12 വിമാനങ്ങൾ വരെയാണ് നമ്മൾ അവർക്ക് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, തദ്ദേശീയമായിട്ടുള്ള സാങ്കേതികവിദ്യ എന്ന് പറഞ്ഞാൽ മികച്ച ഏവിയോണിക്സ്, ഇലക്ട്രോണിക് വാർഫെയർ സർക്യൂട്ട്, ആയുധങ്ങൾ, മികച്ച ഉത്തം ACA റഡാർ എന്നിവയൊക്കെ തന്നെ ഇവർക്ക് നൽകാനായിട്ട് തീരുമാനിച്ചു. ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇന്ത്യൻ സമാനമായ പ്രത്യേകതകളൊക്കെ തന്നെ ഈ വിമാനത്തിൽ ഉൾപ്പെടുത്തുന്നു. അതാണ് അർമേനിയെ ഇവ വാങ്ങിക്കാനായിട്ട് പ്രേരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല റഷ്യ നിർമ്മിക്കുന്ന ഈ Su-30 വിമാനത്തിന് 15,000 കിലോമീറ്ററാണ് ഓപ്പറേഷണൽ റേഞ്ചെങ്കിൽ നമ്മൾ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയ Su-30 MKIക്ക് 16,000 കിലോമീറ്റർ ഓപ്പറേഷണൽ റേഞ്ച് ഉണ്ട്. അത് ഇന്ത്യക്ക് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജാണ്. അതുകൊണ്ട് അർമേനിയ നമ്മളുമായിട്ടുള്ള കരാറിൽ ഏർപ്പെടുന്നു. കൂടാതെ ആയുധ സംവിധാനങ്ങളിലും ഇന്ത്യ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പം എയർ ടു കോമ്പാറ്റിനുള്ള അസ്ത്ര, അതുപോലെ കരയിലെ തന്ത്രപ്രധാന ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുള്ള ബ്രഹ്മോസ്, ഇവയൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അർമേനിയയ്ക്ക് ഇത്തരം ആയുധങ്ങളോടും വലിയ താല്പര്യമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അർമേനിയ ഏതാണ്ട് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയാം. മാത്രമല്ല ഈ മിസൈൽ ആർട്ടിലറി സംവിധാനങ്ങൾ, ഡ്രോണുകളൊക്കെ തന്നെ നേരത്തെ ഈ അർമേനിയ ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചു. ഇപ്പോൾ ആകാശ് എന്ന് പറയുന്ന ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടല്ലോ, അത് ആദ്യം വാങ്ങിയ രാജ്യം എന്ന് പറയുന്നത് അർമേനിയാണെന്ന് പറയാം. അത്രയും വലിയ ബന്ധം നമുക്കുണ്ട്. ഇപ്പം ഇന്ത്യയുമായിട്ട് 2.5 മുതൽ 3 ബില്യൺ വരെ ഒരു കരാറിലേക്ക് അർമേനിയ ഒപ്പിട്ട് കഴിഞ്ഞാൽ 2027 നമ്മൾ ആദ്യത്തെ യുദ്ധവിമാനം നൽകും. Su-30 MKI എന്ന് പറയുന്ന ഇന്ത്യ തദ്ദേശീയമായി HAL നിർമ്മിച്ച് നൽകുന്ന വിമാനം. 2029 ആകുമ്പോഴേക്കും മുഴുവൻ വിമാനങ്ങളും കൈമാറാൻ കഴിയുമെന്നുള്ളതാണ് കരാറ്. അപ്പോൾ 2019 റഷ്യയിൽ നിന്ന് മേടിച്ച MK-30 യുദ്ധവിമാനങ്ങളിൽ
പല ആയുധങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല, സാങ്കേതിക പിന്തുണ അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ അസർബൈജാൻ്റെ ഭീഷണി അതിജീവിക്കാൻ അർമേനിയയ്ക്ക് സാധിക്കുന്നില്ല. അങ്ങനെയാണ് പരമ്പരാഗതമായി റഷ്യയിൽ നിന്ന് മാത്രം ആയുധങ്ങൾ വാങ്ങിയിരുന്ന അർമേനിയ പതുക്കെ ഇന്ത്യയുമായിട്ട് വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി, അതായത് ആയുധങ്ങൾ വൈവിധ്യവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യവുമായിട്ട് ഇന്ത്യയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നതും. എന്തായാലും ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അർമേനിയയ്ക്കിപ്പോൾ അസർബൈജാന് മുകളിലേക്കൊരു മേൽക്കൈ നൽകി. മാത്രമല്ല, ഈ പിനാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ഉണ്ട്. അത് ഇന്ത്യയുടെ മാത്രം ഒരു തദ്ദേശീയമായി നിർമ്മിച്ച റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമാണ്. സ്വാതി കൗണ്ടർ ബാറ്ററി റഡാർ, അതുപോലെ ATAGS 155 mm ഹോവിറ്റ്സറുകൾ, ഇതെല്ലാം തന്നെ ഇന്ത്യ അർമേനിയയ്ക്ക് നൽകിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അസർബൈജാന് തുർക്കിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെങ്കിൽ അർമേനിയയ്ക്ക് ഇന്ത്യൻ പിന്തുണ കൂടി ലഭിക്കുന്നു എന്നൊരർത്ഥം കൂടി ഇതിന് കാണണം. എന്തായാലും ഈ സോവിയറ്റ് യൂണിയൻ്റെ ഒരു പ്രതാപകാലം, അല്ലെങ്കിൽ ആ രാജ്യം തന്നെ ഇല്ലാതായതിനു ശേഷം അർമേനിയയുടെ ഏറ്റവും വലിയ അഭിലാഷമായിട്ടുള്ള വ്യോമസേന നവീകരണ സംരംഭത്തിൽ ഇന്ത്യ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, പൂർണ്ണമായിട്ടും പങ്കാളികളായിട്ട് പങ്കെടുക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചുള്ള നീണ്ട വർഷങ്ങളിലെ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതി വിജയങ്ങളിലൊന്നായിട്ടാണ് അർമേനിയയുമായിട്ടുള്ള കരാറിനെ നമ്മൾ കണക്കാക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ദക്ഷിണ കോക്കസസ് മേഖലയിലേക്ക് ഇന്ത്യ പതുക്കെ കടന്നു കയറുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ. ഇപ്പോൾ പാകിസ്ഥാൻ നിർമ്മിച്ച് നൽകിയിട്ടുള്ള 40 JF-17C ബ്ലോക്ക് 3 ഫൈറ്റർ ജെറ്റുകളുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ HAL-ൽ നിർമ്മിച്ച് നൽകുന്ന, അതായത് നാസിക്കിൽ നിർമ്മിച്ച് നൽകുന്ന ഈ റഷ്യയിലെ സുഖോയ് കോർപ്പറേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിർമ്മിക്കുന്നതാണ് MK-30 എന്ന് പറയുന്ന വിമാനം. അപ്പോൾ Su-30 MKI എന്ന് പറയുന്ന വിമാനങ്ങൾ ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി നിർമ്മിച്ച് നൽകിയാൽ അസർബൈജാനെ വെല്ലുവിളിക്കാൻ കഴിയുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയുമായിട്ട് വളർന്നു വരുന്ന സൈനിക സാങ്കേതിക സംരംഭ കരാറുകളൊക്കെ തന്നെ ലോകവും വളരെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിനാക്ക മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം, ഇത് പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വന്നു. ലോകത്ത് ഏറ്റവും അധികം ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ് ഫ്രാൻസ്. ആ രാജ്യം ഇന്ത്യയുമായിട്ട് കരാറിൽ ഏർപ്പെടാനായിട്ട് വരുന്നു. കൂടാതെ ഈ പിനാക്കെ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം ദീർഘ ഹ്രസ്വദൂര പ്രഹരശേഷി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്ന MKI എന്ന് പറയുന്ന യുദ്ധവിമാനത്തിനൊപ്പം അർമേനിയ ഇതുകൂടി വാങ്ങാനുള്ള നീക്കം നടക്കുന്നുണ്ട്. എന്തായാലും 2026 ജനുവരി 1 മുതൽ തന്നെ അവിടെ നിർബന്ധിത സൈനിക സേവനം 2 വർഷത്തിൽ നിന്ന് 1.5 വർഷമായിട്ട് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ അവിടെ വരുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ത്യയുമായിട്ട് പുതിയ സൈനിക കരാറിൽ ഏർപ്പെടുന്നത്. ചുരുക്കം പറഞ്ഞാൽ, മെയ്ഡ് ഇൻ ഇന്ത്യ യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിട്ട് ലോക രാജ്യങ്ങൾ നമുക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. HAL നമ്മളിത് നിർമ്മിക്കുന്നത് സുഖോയ് കോർപ്പറേഷൻ ഇന്ത്യക്ക് നൽകിയ ലൈസൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അപ്പോൾ റഷ്യ നേരത്തെ നിർമ്മിച്ച് നൽകിയ 4 യുദ്ധവിമാനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാതെ വന്നു. അങ്ങനെയാണ് ഇന്ത്യയുമായിട്ട് പുതിയ കരാറിൽ ഏർപ്പെടാമെന്ന് അർമേനിയ തീരുമാനിക്കുന്നത്. അപ്പോൾ റഷ്യയെ പരമ്പരാഗതമായി ആശ്രയിക്കുന്നതിന് പകരമായിട്ട് പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തത്തിൽ വൈവിധ്യവൽക്കരണം ഇവർ നടത്തുന്നു. എത്രയോ കാലമായിട്ട് ഇന്ത്യയുമായിട്ട് ഇപ്പം ഈ അർമേനിയ ആയുധങ്ങൾ വാങ്ങുന്നതിലുള്ള ഒരു പങ്കാളിത്തത്തിലേക്ക് കടന്നു വരുന്നു. ചുരുക്കം പറഞ്ഞാൽ, അസർബൈജാനെ വെല്ലുവിളിക്കാൻ, തുർക്കിയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായിട്ട് അർമേനിയ നിലകൊള്ളുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിന് പൂർണ്ണ പിന്തുണ നൽകുന്നതാകട്ടെ ഇന്ത്യയാണ്. അപ്പം റഷ്യൻ കമ്പനിയായ സുഖോയ് 30 എന്ന് പറയുന്ന വിമാനം പോലും നമ്മൾ നാസിക്കിൽ നിന്ന് നിർമ്മിച്ച് നൽകുന്നു. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്ട് 16,000 കിലോമീറ്റർ ഓപ്പറേഷണൽ റേഞ്ച് നൽകുന്നു. റഷ്യ നൽകുന്നതിനേക്കാൾ 1000 കിലോമീറ്റർ അധികം ഓപ്പറേഷണൽ റേഞ്ചാണ് നമ്മൾ ഈ നൽകുന്നത്. ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്, ആയുധങ്ങൾ, മികച്ച ഏവിയോണിക്സ് ഒക്കെ ഉൾപ്പെടുന്ന Su-30 MKI യുദ്ധവിമാനങ്ങൾ ഇനി അർമേനിയയുടെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.